ചതിയിൽപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ BJP സ്ഥാനാർത്ഥിയാണ്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. നിലമ്പൂരിലെ കാര്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊന്നും വേണ്ട എന്നാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് പുറത്തുനിന്നുള്ള പ്രവർത്തകരൊന്നും അങ്ങോട്ട് പോകണ്ട, അവിടെ തമ്പടിച്ചു കിടന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കൊന്നും വേണ്ട, അതോടൊപ്പം തന്നെ കാര്യമായ ഫണ്ടും കൊടുക്കണ്ട, വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഉള്ള കാശുകൊണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കോണം. അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ നേതാക്കളാരും വരില്ല, അതിനുള്ള പ്രാധാന്യമൊന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനില്ല. ഇവിടെ മത്സരിക്കുക വേണ്ടെന്നാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നത്. എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത്? നിലമ്പൂരെ തെരഞ്ഞെടുപ്പിൽ നമുക്കെന്താ കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞതാ. പക്ഷെ പാർട്ടിയുടെ കോർ കമ്മിറ്റി കൂടിയപ്പോൾ കുമ്മനം രാജശേഖരനും മറ്റും പറഞ്ഞു, പോരാ, നമ്മുടെ സ്ഥാനാർത്ഥി മത്സരിക്കുക തന്നെ വേണം. അതാണ് അതിന്റെ രാഷ്ട്രീയമായ ശരി. കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റും കുമ്മനം രാജശേഖരനും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ തന്നെ കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹം പണം ഇറക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അതുപോലെ ഒരു രാഷ്ട്രീയക്കാരനായ കുമ്മനം രാജശേഖരൻ, അദ്ദേഹത്തിന് അറിയാം, ഒരു നിർണായക ഉപതെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥി പോലും ഇല്ല എന്ന് വന്നാൽ പിന്നെ ആ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ, ജനങ്ങളോട് എന്ത് പറയും എന്നൊരു ചോദ്യം ഉണ്ടെന്ന് കുമ്മനത്തിന് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറഞ്ഞത്. BDJS-നോട് മത്സരിക്കാൻ പറഞ്ഞു. BJPക്ക് വേണ്ടാത്തൊരു സാധനം അത് നിങ്ങളെടുത്ത് തലയിൽ വെച്ചോ, ചുമലിൽ വെച്ചോ എന്ന് അവരോടൊന്ന് പറഞ്ഞു നോക്കി. പക്ഷെ അവരെടുത്തില്ല. അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടല്ലോ. അവർ പറഞ്ഞു, വേണ്ട, നിങ്ങൾ തന്നെ അങ്ങ് മത്സരിച്ചു, ഞങ്ങളില്ല. അങ്ങനെയാണ് അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത്. അപ്പൊ സ്ഥാനാർത്ഥി എവിടെ? പിന്നെ അവസാനം ഓടിപ്പാഞ്ഞ് നടന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. BJP-കാരനൊന്നും അല്ല, പഴയ കേരള കോൺഗ്രസ്സുകാരനാണ്. കേരള കോൺഗ്രസ് BA-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. KUC-യിലും യൂത്ത് ഫ്രണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, വരച്ച വരയിൽ നിർത്തി അദ്ദേഹത്തിന് സമ്മതം വാങ്ങിക്കുന്നു. ഉടനെ തന്നെ ഒരു മെമ്പർഷിപ്പ് കയറി കൊടുക്കുന്നു, മെമ്പറാക്കുന്നു, സ്ഥാനാർത്ഥിയാക്കുന്നു. അതാണ് നടന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തിനാ നമ്മുടെ കാശും നമ്മുടെ ആളുകളുടെ പ്രയത്നവും പ്രവർത്തനവും ഒക്കെ പാഴാക്കുന്നത്? അതാണ് ഇപ്പൊ BJP തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ 2 മന്ത്രിമാരുണ്ടല്ലോ, കേന്ദ്രമന്ത്രിമാര്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അവര് വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ, അവിടെ പോയി ഒക്കെ നിൽക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ഒന്ന് ചെയ്തോട്ടെ. അതല്ലാതെ വേറെ ആരും പോകേണ്ട കാര്യമില്ല. പിന്നെ 4-5 പേരെ അവിടെ താമസിച്ച് പ്രവർത്തനത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടർ M. അബ്ദുൾ സലാം, ഷോൺ ജോർജ്, ജിജി ജോസഫ്, നോബിൾ മാത്യു, സുമിത് ജോർജ് തുടങ്ങിയ ആളുകൾ. ഇവർക്കായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ BJP-യുടെ പ്രവർത്തനത്തിന്റെ ചുമതല. ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനമായിട്ട് മാതൃഭൂമിയിൽ വന്ന കാര്യങ്ങളായി പറയുന്നത്, അല്ലാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തൊന്നുമല്ല. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവിടുത്തെ മുസ്ലിങ്ങളുടെയും അതുപോലെ ക്രൈസ്തവരുടെ വോട്ടുകൾ മുഴുവൻ നമ്മുടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വേണ്ടി പിടിക്കും. ആ വോട്ടെല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മോഹൻ ജോർജ് ജയിക്കും. അതുകൊണ്ട് പിന്നെന്തിനാ മറ്റു നേതാക്കന്മാർ പോകുന്നത്? അത് ഈ ബാക്കി BJP-യുടെ ഒറിജിനൽ വോട്ട് അതെന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഏതാണ്ട് കരാറായി കഴിഞ്ഞു ആ വോട്ടൊക്കെ ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിൽ. നമുക്കിപ്പോ ഈ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ പറ്റുമെങ്കിലേ നമ്മുടെ ഒറിജിനൽ വോട്ടുകൾ എന്തിനാണ് വെറുതെ പാഴാക്കുന്നേ? അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി കൊടുക്കാമല്ലോ. അതല്ലയോ ഒരു ലാഭക്കച്ചവടം. അങ്ങനെയാണ് BJP ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാലും എൻ്റെ മോഹൻ അച്ചായൻ എങ്ങനെയാണ് ഈ BJP-ക്കാരുടെ ചതിക്കുഴിയിൽ വീണുപോയത്? പ്രത്യേകിച്ച് ഒരു മർത്തോമാക്കാരൻ അച്ചായൻ. അവരാരും ഈ രാഷ്ട്രീയ പ്രലോഭനങ്ങളിലും അങ്ങനെ വീഴുന്ന ആളുകളല്ല. പെട്ടെന്നൊരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് വന്ന ചാടി പിടിക്കത്തക്ക മണ്ഡലത്തിലൊന്നും മർത്തോമാച്ചായന്മാരെ കാണിക്കാറില്ല. പിന്നെ എന്ത് സംഭവിച്ചു ഇത്? നമ്മൾ ഈ നാമമാത്ര ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയത്തില്ലേ, പള്ളി പോകാത്ത, പ്രാർത്ഥിക്കാത്ത, കുർബാന കൈക്കൊള്ളാത്ത, കുമ്പസാരിക്കാത്ത കുറെ ആളുകളുണ്ട് ഈ സഭയില്. അവരെയൊന്നും നമ്മുടെ ഈ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് കൂട്ടിയിട്ടില്ല. ചുമ്മാ ക്രിസ്ത്യാനികളാണ്, പേരിന് മാത്രമുള്ള നാമമാത്ര ക്രിസ്ത്യാനികൾ. അത്തരത്തിലൊരു നാമമാത്ര സ്ഥാനാർത്ഥിയാവാൻ അച്ചായന് എന്ത് പറ്റി? ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷെ ഒരു ചെറിയ കാര്യം, വലിയ പരിജ്ഞാനമുള്ള കാര്യമല്ലെങ്കിലും അത്യാവശ്യമുള്ള അറിവ് വെച്ച് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നവറ്റ കരുതിയിട്ട് കയ്യിലിരിക്കുന്ന കാശെടുത്ത് വീശിയേക്കരുത്. അവന്മാര് കാശ് തരാൻ പോകുന്നില്ല, ഇങ്ങോട്ട് ഫണ്ട് കൊടുക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യമായ നേതാക്കളെ ഒന്നും പ്രവർത്തനത്തിന് വിടുകയും വേണ്ട. നിലമ്പൂരിലുള്ളവരെ കൊണ്ടൊക്കെ അതങ്ങ് നിർവഹിച്ചാൽ മതി എന്നാ തീരുമാനം. അപ്പോ കയ്യിലിരിക്കുന്ന തൊട്ടെടുത്ത് വെറുതെ പാഴാക്കരുത്, അതേ പറയാനുള്ളൂ. നമ്മുടെ അൻവർ സാഹിബ്, അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് അതിന് കുറവില്ല കേട്ടോ. അദ്ദേഹം ഒരു പുതിയ മുന്നണി ഉണ്ടാക്കാൻ പോവുക. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ മുന്നണി, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി.
ആം ആദ്മി പാർട്ടിയൊക്കെ അതിലുണ്ടെന്നാണ് ഇന്നലെ കേട്ടിരുന്നത്. രാവിലെ പത്രക്കടലാസ് നോക്കുമ്പം അതിനകത്തൊന്നും ആം ആദ്മി പാർട്ടിയെ കാണാനില്ല. ഇത് മൂന്നാം മുന്നണിയാണെന്ന് പറയുന്നു. അപ്പൊ ഇപ്പോൾ നിലവിലുള്ള മൂന്ന് മുന്നണികളോ? UDF ഉണ്ട്, LDF ഉണ്ട്, NDA ഉണ്ട്. അപ്പൊ എങ്ങനെ പുതിയൊരു മൂന്നാം മുന്നണി? നാലാം മുന്നണി എന്ന് മനസ്സിൽ ചിന്തിച്ചത് അങ്ങ് തെറ്റിപ്പോയതായിരിക്കും. നാലാം മുന്നണി എന്ന് വെച്ചോളൂ. പേരാണ് വിശേഷം, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. അപ്പൊ ഇത് ഭരണകക്ഷിയാകുമ്പോൾ ഈ പേര് മാറ്റേണ്ടി വരുമല്ലോ. അന്നേരം പിന്നെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ആ തെറ്റൊന്ന് തിരുത്തി, അതായത് നമ്മൾ നാളെ അധികാരത്തിലെത്തുമ്പോൾ ഉപയോഗിക്കത്തക്ക പാകത്തിൽ ഒരു നല്ല പേരിടുന്നതായിരിക്കും ഭേദമെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നണി, പുതിയ മുന്നണി, ആം ആദ്മി പാർട്ടി അടക്കമുള്ള മുന്നണി വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പോവുക. ഒറ്റ സംശയമേ ഉള്ളൂ, ആരായിരിക്കും മുന്നണി നയിക്കുക? രണ്ടും വലിയ പ്രധാനപ്പെട്ട ശക്തികളാണ്, ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും. അപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ കീഴിൽ ആം ആദ്മി പാർട്ടി നിൽക്കുമോ, അതോ ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുമോ? ഇതാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം. എന്താണേലും മുന്നണി വരും, അതൊരു വലിയ സംഭവമാവുകയും ചെയ്യും. അതുപോലെ വേറെയും ഭീഷണിയുണ്ട്. മന്ത്രി റിയാസ് അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള പല പല കാര്യങ്ങൾ കയ്യിലിരിക്കുക, ദൃശ്യങ്ങള്, വിഷ്വൽസ്, തെളിവുകൾ, ഇതെല്ലാം കയ്യിലിരിക്കുക. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് റിയാസ് വൻതോതിൽ പണം പിരിച്ചെന്നും അതിനുവേണ്ടി കരാറുകാരുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ അതൊക്കെ തന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അൻവർ. അക്കൂട്ടത്തിൽ VD സതീശന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും ഒക്കെ പേര് പറയുന്നുണ്ട്. ഇനി എന്നെ അപമാനിക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ ഇതെല്ലാം കൂടെ നിലമ്പൂർ അങ്ങാടിയിൽ ഒരു ടെലിവിഷനിൽ ഇട്ട് നാട്ടുകാരെ കാണിക്കും എന്നാണ് പറയുന്നത്. എന്തിനാണ് അൻവർ സാഹിബ് ഈ നിലമ്പൂരിൽ മാത്രം കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിൽ നമ്മൾ പറഞ്ഞ ഇതൊക്കെ കൊടുക്കുന്ന ചാനലുകളുണ്ടല്ലോ, അതിലൊരെണ്ണത്തിൽ ഇതങ്ങിട്ട് കേരളം മുഴുവൻ കണ്ടോട്ടെന്നേ, അതല്ലേ നല്ലത്. പക്ഷേ ഇതൊന്നും വെറും സിമ്പിൾ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. ഇക്കാര്യത്തിൽ അഗ്രഗണ്യനാണ് നമ്മുടെ അൻവർ സാഹിബ്. മലപ്പുറത്ത് SP ആയിരുന്ന സുജിത് ദാസിന്റെ കഥയറിയാമല്ലോ. ആ പാവത്താൻ അൻവറിനെ ഒന്ന് വിളിച്ചതാ സംസാരിക്കാൻ ഫോണിലെ. അത് നാട്ടുകാർ മുഴുവൻ പിന്നീട് കേട്ട കഥ ആര്യാടൻ ഷൗക്കത്തും VD സതീശനും മുഹമ്മദ് റിയാസും ഒന്നും മറക്കണ്ട.